മോൻസന് തണൽ ഉന്നതർ. ഏതായാലും തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൻസൽ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. മോൻസൽ മാവുങ്കലിനെതിരെ ലാപ്ടോപ്പ്, ഐപാഡ്, മൊബൈൽ ഫോൺ എന്നിവ പരിശോധിക്കും. പണമിടപാടിനെ കുറിച്ച് ബാങ്കിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിൽ മോൻസനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. കൂടുതൽ ഉന്നതരുടെ പേര് മറയാക്കി മോൻസൻ തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകളും പുറത്തു വന്നു. ഏജൻസികൾ അന്വേഷിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പിടിച്ച് അകത്തില്ലായിട്ട് എന്തെങ്കിലും സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ പിന്നെ കഴിച്ചിട്ട് പോരെ. ഇപ്പൊ അതുപോലെ തന്നെ റാം എന്ന് പറഞ്ഞാൽ IRS ഓഫീസർ റിട്ടയർഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇയാൾ MP ആണ്. ആര്? നമ്മുടെ സുധാകരൻ MP ആണ്, മുരളീധരൻ MP ആണ്. അവരെല്ലാം എന്റെ കാര്യത്തിന് വേണ്ടി പോവുകയും എനിക്ക് വേണ്ടി സംസാരിക്കുക. അതുപോലെ തന്നെ വയലാർ രവി ഉണ്ടായിരുന്നു, വയലാർ രവി, AK ആന്റണി, ഇവരെല്ലാം നമ്മുടെ കാര്യത്തിന് വേണ്ടി അവരൊക്കെ തന്നെ പൊട്ടന്മാരാണ്. അവർക്ക് തന്നെ ഒരു അത് അങ്ങനത്തെ ഒരു തെളിവ് അവര് പറഞ്ഞതായിട്ടൊന്നും തെളിവില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ഡോക്ടർക്ക് ചെയ്യാൻ പറ്റും. ഇവരെല്ലാരും എന്നെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചിരിക്കണ എന്നോടുള്ള വഴി ഭയങ്കര പ്രേമമുണ്ട്. സിജോ വിജോനാണ് ആദ്യം ചേരുന്നത്. കൂടാതെ വിനേഷ് കൂടി ചേരുന്നു ഈ കോളിന്റെ ഡീറ്റെയിൽസ് മതി. ആദ്യം സിജോയിലേക്ക് വരാം. സിജോ, ഇനി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഒരു വഴി എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ, അതിൻ്റെ സാധ്യതകൾ? കൃത്യമായി ഈ കേസ് ഒരു വഴിക്ക് എത്തിക്കണമെങ്കിൽ എന്തൊക്കെ തെളിവുകളാണ് വേണ്ടി വരിക? ഗോപി, ഈ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിലൂടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് സംഘം ലക്ഷ്യമിടുന്നത്. ഒന്ന്, ഇയാളുടെ പണം ഇടപാട് സംബന്ധിച്ച രേഖകൾ. രണ്ട്, ഇയാൾക്ക് കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിലേക്ക് വരാനുണ്ടെന്ന് സംബന്ധിച്ച് ചില വ്യാജ രേഖകൾ തയ്യാറാക്കിയിരുന്നു. ഇതെവിടെ തയ്യാറാക്കിയെന്ന് സംബന്ധിച്ച വിവരങ്ങൾ. ഇനി പണമിടപാട് സംബന്ധിച്ചാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇയാൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് പല ആളുകളും നൽകിയിരിക്കുന്ന കേസ്. ഏകദേശം 10 കോടിയിലധികം രൂപയുടെ പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇയാൾ പറയുന്നത്, കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, തനിക്ക് 75 ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ട് വഴി വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി തുക പലരും നേരിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അത് ബ്ലാക്ക് മണി ഉണ്ട് എന്നുള്ള ആരോപണം പല ഘട്ടങ്ങളിലും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അക്കൗണ്ട് വഴിയല്ലാതെ വളരെ കുറഞ്ഞ തുക മാത്രമേ പല ആളുകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. ഈ പരാതിക്കാർ ഉന്നയിക്കുന്ന പോലെ വലിയ തുകയൊന്നും താൻ വാങ്ങിയിട്ടില്ല, താൻ വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ബാങ്കുകൾ സംബന്ധിച്ച് അന്വേഷണത്തിലേക്കും അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ തെളിവുകളിലേക്കും പോകുന്നത്. ഒന്ന്, ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്ര കോടി രൂപ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ സംബന്ധിച്ച് ഇയാളുടെ ഒരു അക്കൗണ്ടാണുള്ളത്. ആ അക്കൗണ്ട് വിവരങ്ങൾ, ട്രാൻസാക്ഷൻ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാൻ ബാങ്കിന് അപേക്ഷ നൽകും. രണ്ടാമതായി, എന്തെങ്കിലും ഈ പണമിടപാട് സംബന്ധിച്ച രേഖകൾ എന്തെങ്കിലും ഇയാളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഫോണുകളിലോ ഐപാഡിലോ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണുള്ളത്. അതേതെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഒരു സാമാന്യ യുക്തി, ഇത്രയും വിദഗ്ധമായി ആസൂത്രണം ചെയ്യാൻ കഴിവുള്ള ഒരാൾ അങ്ങനെ ഒരു ഡിജിറ്റൽ തെളിവ് അവശേഷിപ്പിക്കുമെന്ന് പോലീസ് തന്നെ കരുതുന്നുണ്ടോ? ഇനിയിപ്പോൾ ഏതൊരു വിദഗ്ധനായ കുറ്റവാളിയും ഒരു തെളിവെങ്കിലും അവശേഷിക്കും എന്നൊക്കെ പറയുന്ന തത്വമല്ലാതെ അക്കാര്യത്തിൽ എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്നുള്ള ഒരു കാര്യമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പണമിടപാട് സംബന്ധിച്ച് ബാങ്കുകളിൽ നിന്ന് കൃത്യമായ ഒരു രേഖയാണെങ്കിൽ അത് സംബന്ധിച്ച് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ എന്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഈ വ്യാജരേഖ സംബന്ധിച്ചാണ്. അതിൽ ആരുടെയൊക്കെ സഹായം തേടിയിട്ടുണ്ട്, ആരൊക്കെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ രേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അത്തരം വിവരങ്ങൾ ഇയാളുടെ ഡിജിറ്റൽ എക്യുപ്മെന്റ്സിലൂടെ കിട്ടുമെന്നൊരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇയാളുടെ എക്യുപ്മെന്റ്സ് അല്ല എന്നെങ്കിൽ ഇയാൾ മറ്റാരുടെയെങ്കിലും സഹായത്തോടെ അങ്ങനെ ചെയ്തതാണെങ്കിൽ അത്തരം വിവരങ്ങൾ തേടുകയും അങ്ങനെ ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് സംബന്ധിച്ചിടത്തോളം പണമിടപാട് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നെങ്കിൽ, ഈ നിക്ഷേപകർ അല്ലെങ്കിൽ ഇയാൾക്ക് പണം കൊടുത്ത ആളുകൾ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൂടെ പരിശോധനയിലൂടെ കണ്ടെത്താമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. മറിച്ച് ഈ പണം നൽകിയതിന് മറ്റ് കൃത്യമായ തെളിവുകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സാങ്കേതികപരമായ ഒരു വശങ്ങൾ കൂടി ഇപ്പോൾ കൂടെയുള്ള ഡ്രൈവറുടെ പേരിൽ, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ജീവനക്കാരുടെ ഒക്കെ പേരിൽ അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ട് വഴി പണമിടപാട് നടത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ രീതിയിൽ അവരെ ചോദ്യം ചെയ്യുക, അവരുടെ മൊഴിയെടുക്കുക എന്ന തരത്തിലേക്കൊക്കെ നീങ്ങുന്നുണ്ടോ അന്വേഷണ സംഘം?
അത്തരം നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്. പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ പരമാവധി മോൺസണിൽ നിന്ന് ചോദ്യം ചെയ്യൽ വിവരങ്ങൾ തേടുക, അതിനുശേഷം ഇയാളുമായി ബന്ധപ്പെട്ട ആളിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്തായാലും ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളിൽ പല ആളുകളുടെയും പേരിൽ അക്കൗണ്ട് തുടങ്ങുക, അംഗരക്ഷകരായിട്ട് കൂടെ നടക്കുന്ന ആളുകൾ, അവരെ പോലും അവരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങുക, അതിനുശേഷം ത്രൂ മൊബൈൽ ഇവരെ ബാങ്ക് ഇവരെ കൊണ്ട് ട്രാൻസാക്ഷൻ നടത്തുകയല്ല, ഇവരുടെ പേരിൽ തന്നെ മൊബൈൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ അങ്ങനെ അത്തരം ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഉൾപ്പെടെ ഇയാൾ അത് ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന ഒരു ആരോപണവും വരുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇന്നലെയാണ് കസ്റ്റഡിയിൽ ലഭിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഇന്നലെ ഹൈ BP ഉണ്ടായതിനെ തുടർന്ന് ഇയാൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ കാര്യമായ രീതിയിൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടില്ല. അല്പം വിശ്രമം കൊടുത്തതിന് ശേഷം ഇന്ന് വിശദമായി ചോദ്യം ചെയ്യൽ ചെയ്യുക, പ്രാഥമിക ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയുക, അതിനുശേഷം ഇയാളുമായി അടുത്ത ബന്ധമുള്ള ആളുകളെ വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടുക എന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം പോകുന്നത്. ഇന്നലെ ക്രൈംബ്രാഞ്ച് SP കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തായിരുന്നു. അദ്ദേഹം ഇന്നലെ രാത്രി മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം തൃപ്പൂണിത്തുറയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വരും. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യും. തുടർന്ന് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സിജോ ഇന്ന് വിശദമായ ചോദ്യം ചെയ്യലാണ്. ഏതായാലും സിജോയിലേക്ക് വരാം. സിജോ ചില കാര്യങ്ങൾ ചോദിക്കേണ്ട, അതായത് ഒരു വിനേഷ് കൂടി ചേരുന്നു. വിനേഷ്, ഇപ്പോൾ ഒരു ഭാഗത്ത് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, മറുഭാഗത്ത് ഇപ്പോൾ വിനേഷ് ശബ്ദ സന്ദേശങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു. ശബ്ദ സന്ദേശം എന്ന് പറയുമ്പോൾ ഉന്നതരെ മറയാക്കി അയാൾ നടത്തുന്ന അവകാശവാദങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. എന്തൊക്കെയാണ് വിനേഷ്? ഗോപികൃഷ്ണൻ, ഇതിനകത്ത് തന്നെ നമുക്കറിയാം, ഇതിൽ AK ആൻ്റണിയുടെ പേര് പറയുന്നു, അതുപോലെ തന്നെ വയലാർ രവിയുടെ പേര് പറയുന്നു, K മുരളീധരൻ്റെ പേര് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് മനസ്സിലാവും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപക്ഷെ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. അല്ലെങ്കിൽ ഈ നേതാക്കളുടെ പേര് ഉപയോഗിച്ചുകൊണ്ടും സിനിമക്കാരെയും അല്ലെങ്കിൽ മറ്റു പല ആളുകളുടെയും പേര് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. കാരണം ഇതിപ്പോൾ ഈ പ്രതികൾ ഈ പരാതിക്കാരുമായിട്ട് സംസാരിക്കുന്ന ശബ്ദരേഖകളാണ് പുറത്തു വരുന്നത്. ഇതിനകത്താണ് പറയുന്നത് ഇവർ ഈ 2017 മുതൽ നൽകിയിരിക്കുന്ന പണം ലാഭസഹിതം തിരിച്ചു കിട്ടും, അതിൻ്റെ ഇരട്ടിയിലധികം തിരിച്ചു തരും എന്നൊക്കെയായിരുന്നു വാഗ്ദാനം. പക്ഷേ ഈ മുടക്കിയ പണം പോലും തിരിച്ചു തരാതെ ആയപ്പോൾ ഇവർ നിരന്തരമായി ഈ പ്രതിയായ മോൻസനുമായി കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് മോൻസൻ പറയുന്ന മറുപടി നൽകുന്ന ഫോൺ രേഖകളാണ് ഇപ്പോൾ, അതായത് ഫോൺ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പ്രമുഖ നേതാക്കളൊക്കെ അറിയാമല്ലോ, K സുധാകരൻ്റെ പേര് വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ സുധാകരൻ ഞാനും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ, അതേപോലെ AK ആൻ്റണി എന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പും എന്ന് പറയുന്നുണ്ട്. അസാധാരണ തള്ള് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ വിശ്വസിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് ആളുകളെ ആ രീതിയിൽ ഈ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ആ രീതിയിൽ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ തെളിവുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് പരാതിക്കാർ തൃപ്പൂണിത്തുറയിലുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലെത്തും. ഈ 4 പേരാണ്, അതായത് അനൂപും യാക്കൂബും ഷമീറും മറ്റൊരു സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരാൾ, ഇങ്ങനെ 4 പേരിൽ നിന്നാണ് 4 പേരായിരിക്കും ഇത് സംബന്ധിച്ച തെളിവുകൾ. ഇവരുടെ കൈവശമുള്ള ഇതുപോലുള്ള സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഇയാൾ നൽകിയിരിക്കുന്ന മറ്റുള്ള ഡോക്യുമെൻസുകൾ, അതായത് ഈ പണം നൽകാം എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റ് രേഖകൾ ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് കൈമാറാൻ തന്നെയാണ് സംഘം പോയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് ഇനി ഇയാളുടെ തെളിവെടുപ്പ് മറ്റു കാര്യങ്ങൾക്ക് ഒരു പക്ഷേ കോഴിക്കോട്ടേക്ക് ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള സാധ്യത, അത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ബാംഗ്ലൂരിലും മറ്റും ഇതിൻ്റെ ഇടപാടുകളും തട്ടിപ്പുകളും നടന്നിട്ടുണ്ട്. ആ ഹോട്ടലിൽ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ പരാതിക്കാർ പ്രധാനമായും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചായിരുന്നു. ഇപ്പോൾ അനൂപിനും അതുപോലെ തന്നെ ഈ ഷമീറിനും എല്ലാം ബാംഗ്ലൂരിൽ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ വെച്ചാണ് ഇതിൻ്റെ ചർച്ചകളും മറ്റും എല്ലാം കൂടുതൽ നടന്നിട്ടുള്ളത് എന്നുകൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും വലിയൊരു തട്ടിപ്പ് നടത്തുകയും കുറേ ആളുകളുടെ പേര് പറയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇതെല്ലാം തന്നെ ഒരു വിഭാഗം ആളുകളെങ്കിലും വിശ്വസിച്ച് ഇയാൾക്ക് കോടികൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാന കാര്യം. ഒപ്പം തന്നെ ഇതില് ടെലിഫോൺ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കറിയാം, അതിൽ പരാതിക്കാരനായ അനൂപ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പേരുകളൊക്കെ പറയുന്നില്ലാതെ അവരൊക്കെ ഇടപെട്ടു എന്നതിന് തെളിവില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഒരു കാര്യം കൂടി, ഇന്നലെ ഹൈബിയുടെ വാർത്താ സമ്മേളനത്തിൽ ഹൈബി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ സുഹൃത്താണ് അല്ലെങ്കിൽ ഞാൻ സുഹൃത്താണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പണം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മിനിമം എന്നോടൊന്ന് വിളിച്ച് ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചൊരു സാധനമുണ്ട്. അതായത് ആന്റണി എഴുന്നേറ്റ് നിൽക്കുന്നു മറ്റെന്ന് പറയുമ്പോൾ ഇവരൊക്കെ പൊതുപ്രവർത്തകരാണ്, ഇവരോടൊന്നും ഒരു കൊറി നടത്തുകയൊന്നും ഈ പരാതിക്കാർ ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ? അത്ര വിദഗ്ധമായിട്ടായിരിക്കും ഇയാൾ കൺവിൻസ് ചെയ്യുന്നത്.
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇവരെ വിളിച്ചു ചോദിക്കുന്ന ബന്ധങ്ങളുള്ളവരും ഇല്ലാത്തവരുമായ ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവരോട് വിളിച്ചു ചോദിക്കും, നിങ്ങളിത് ഇപ്പം തന്നെ വിളിച്ചു ചോദിക്കൂ, നിങ്ങൾ ഞാൻ എങ്ങനെയാണ് വിളിച്ചു ചോദിക്കൂ. മാത്രമല്ല വ്യവസായ പ്രമുഖൻ യൂസഫ് അലിയോട് ചോദിക്കൂ ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അദ്ദേഹം പറയും എന്നെക്കുറിച്ച്. വേറെ ഈ നിങ്ങൾ സാധാരണ ഈ പുറത്ത് നിൽക്കുന്ന ആളുകളും അല്ലെങ്കിൽ എന്നോട് ദേഷ്യമുള്ള ആളുകളോടും ഒന്നും അല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ വ്യവസായ പ്രമുഖനായ യൂസഫ് അലിയോട് ചോദിക്കൂ, അല്ലെങ്കിൽ AK ആന്റണിയോട് ചോദിക്കൂ, K സുധാകരനോട് ചോദിക്കൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് പ്രധാനമായും ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആണ് ഇതിലേക്ക് കൊണ്ടുവരികയും ഈ തട്ടിപ്പ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. അവർ പൈസ നിരന്തരമായി പണം നൽകിയവർ ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഈ പല നേതാക്കളുടെയും പേര് പറഞ്ഞ് കുറച്ച് ദിവസത്തിനകം എനിക്ക് ആവശ്യമായ പണം, നമുക്ക് വിദേശത്തു നിന്ന് ഉൾപ്പെടെയുള്ള പണം വരും എന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത്. മാത്രമല്ല ഇതിനകത്ത് ദുബായിലുള്ള രാജകുടുംബത്തിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള പൈസ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുബായിൽ നിന്നും അതുപോലെ തന്നെ സൗദിയിൽ നിന്നും മറ്റും അറബികൾ ഉൾപ്പെടെ ഈ മ്യൂസിയം സന്ദർശിച്ചിരുന്നു. സാധാരണ നമുക്കറിയാം അറബികളും അല്ലെങ്കിൽ മറ്റ് വിദേശ ടൂറിസ്റ്റുകളെല്ലാം തന്നെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും മറ്റുമെല്ലാം ഗൈഡുമാരെത്തിച്ച് അവരെ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ സന്ദർശിക്കുമ്പോൾ എടുത്ത ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ പരാതിക്കാർക്ക് അയച്ചു കൊടുക്കുകയും ഇത് ഇവരെല്ലാം തന്നെ വരുന്നുണ്ട്, ഉടൻ തന്നെ ഈ രാജാവ് ഇടപെട്ടിട്ട് നമുക്ക് ബാക്കി കിട്ടാനുള്ള പണം കിട്ടും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇപ്പം നിങ്ങൾ തന്നിരിക്കുന്നതിൻ്റെ ഇരട്ടിയിലധികം ലാഭം നിങ്ങളിലേക്ക് വരും, നിങ്ങൾ കുറച്ചു കാലം കാത്തിരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു തട്ടിപ്പും ഇയാൾ ഇവരെ പറഞ്ഞ് എത്രത്തോളം പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം. സിജോ, ഒരു കാര്യം കൂടി, സിജോ നേരത്തെ സൂചിപ്പിച്ച പോയിന്റ്, അതായത് വ്യാജരേഖകൾ, അത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചൊരു തെളിവായിരിക്കുമെന്ന്. ഇപ്പോൾ പുരാവസ്തുക്കൾ എന്ന് ഇദ്ദേഹം അവകാശപ്പെട്ട പല കാര്യങ്ങളും പുരാവസ്തുക്കളല്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ പലതിനും ഇത് പുരാവസ്തു വകുപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ചില സർട്ടിഫിക്കറ്റ് ഒക്കെ പലരെയും കാണിച്ചതായിട്ട് പറയുന്നു. അപ്പോൾ അതിന്റെ മുകളിലൊരു അന്വേഷണം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ സിജോ? ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കാരണം പണം കൊടുത്തു, എത്രത്തോളം പണം കൊടുത്തു, അത് ഇനി എത്ര തിരിച്ചു കൊടുക്കാനുണ്ട്, ഒരു ചീറ്റിംഗ് കേസ് എന്ന നിലയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. എന്നാൽ മറ്റ് ഏജൻസികൾ കൂടി ഇതിൽ അന്വേഷണം വീണ്ടും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഏതെല്ലാം തലങ്ങളിലേക്ക് പോകുന്നുള്ള വരും ദിവസങ്ങൾ അറിയാം. ഇന്നലെയാണെങ്കിൽ കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. കസ്റ്റംസ് അവിടെ എത്തി ഈ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത കാറുകളെ സംബന്ധിച്ച വിവരങ്ങളാണ് തേടിയത്. ഇത് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തത് തന്നെയാണോ, അത് കൃത്യമായ നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, നികുതി അടച്ചിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചിട്ടുള്ളത്. വനംവകുപ്പാണെങ്കിൽ വനംവകുപ്പിന്റെ അന്വേഷണം ഈ ദൃശ്യങ്ങളിൽ, പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ ഇയാളുടെ അമൂല്യ ശേഖരങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങളിൽ 2 ആനക്കൊമ്പുകളുടെ ദൃശ്യങ്ങളുണ്ട്. അത് ഒറിജിനലാണോ, അങ്ങനെയാണെങ്കിൽ അത് സൂക്ഷിക്കുന്നതിനുള്ള അനുമതി തേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും പുതിയതായി ലഭിക്കുന്നവരനുസരിച്ച് ഈ പുരാതന വസ്തുക്കൾ അല്ലെങ്കിൽ ആ വകുപ്പിന്റെ അന്വേഷണവും ആരംഭിക്കുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരം സാധനങ്ങൾ കൈവശം വെക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം ഇയാൾ ഇത് പറയുകയാണ്, ഞാനിത് ഒരു ഹോബിയായിട്ടാണ് കൈവശം വെച്ചെന്ന് പറയും. പക്ഷേ ഇത് വളരെയധികം പഴക്കമുള്ള വസ്തുക്കളാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആർക്കെങ്കിലും വിപണനം ചെയ്യുകയാണെങ്കിൽ, വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ രേഖകളില്ല എന്നുണ്ടെങ്കിൽ ഇത് ആ രീതിയിൽ തന്നെ കേസുകളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ അങ്ങനെ വലിയ രീതിയിൽ വിൽപ്പന നടത്തിയതായോ അല്ലെങ്കിൽ അതുവരെ ഇതിൻ്റെ ശ്രമം നടന്നതായിട്ടോ അങ്ങനെ കൃത്യമായ വിവരങ്ങളില്ല. എന്തായാലും ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ മ്യൂസിയം തുടങ്ങാൻ വേണ്ടിയിട്ട് താൻ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പാർട്ട്ണർ ആക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പണം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ആ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇന്നലെ ഇയാൾക്ക് ഈ സാധനങ്ങൾ നൽകിയ സന്തോഷ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരെ ഉണ്ടായി. അദ്ദേഹം പറയുന്നത് വളരെ ചുരുങ്ങിയ വിലയ്ക്കാണ്, അതായത് 1000-വും 2000 ഒക്കെയാണ്. നമ്മൾ വലിയ മോഹവില പഴയ ജൂതന്മാരുടെ കാലത്തുണ്ടെന്ന് പറയുന്നതും അല്ലെങ്കിൽ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നു പറയുന്ന പല വസ്തുക്കളും അംശവടിയൊക്കെ കൊണ്ടുവരുന്നത് അതൊക്കെ വളരെ വെറും സ്റ്റിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൊടുക്കുന്നത്. കാരണം ഈ പറയുന്നത് പോലെ എങ്ങനെയാണ് അയാൾ ഇവരെയൊക്കെ പറ്റിച്ചെന്നുള്ളത്. പക്ഷേ അതിൽ സിജോ പറഞ്ഞത് കൃത്യമായ ഒരു പോയിന്റാണ്. അയാൾ ഇത് ആർക്കും വിറ്റതായിട്ട് അറിവില്ല. അത് തന്നെയാണ് അയാളുടെ അതിഭീകരമായ തന്ത്രവും. കാരണം വിറ്റ് കഴിഞ്ഞാൽ വാങ്ങിയ ആൾ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും. അതുകൊണ്ട് പണി കിട്ടും. അത് ശ്രദ്ധിച്ചുകൊണ്ട് ആർക്കും പുള്ളി വിറ്റിട്ടില്ല. അപ്പോൾ വിറ്റെന്നുള്ള കേസ് എടുക്കാനും പറ്റില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമാനായ പ്ലാൻ ചെയ്ത് കളിക്കുന്ന ഒരാളായിട്ട് എന്നിട്ട് മറ്റ് ഫണ്ട് ഉണ്ടാക്കി. അതായിരുന്നു അദ്ദേഹത്തിന്റെ തന്ത്രം. ഏതായാലും
വിവരങ്ങൾ നൽകിയത് സിജോവും വിനേഷുമാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി. മാവുങ്കലിന്റെ കൈവശമുള്ള അന്താരാഷ്ട്ര ബഹുമതികളുടെ സർട്ടിഫിക്കറ്റുകൾ അതും അന്വേഷണ സംഘം പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. ദുബായിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചതിന്റെ സർട്ടിഫിക്കറ്റും അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെ ഉൾപ്പെടെയുള്ള രേഖകളാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പ്രമുഖർക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും കൂടാതെ തനിക്ക് ലഭിച്ച അന്താരാഷ്ട്ര ബഹുമതികളുടെ പ്രശസ്തി പത്രങ്ങളും കാണിച്ചാണ് മോൻസൻ മാവുങ്കൽ ആളുകളെ വിശ്വസിപ്പിച്ച് കോടികൾ തട്ടിയതെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. മോൻസന്റെ കലൂരിലുള്ള വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അന്താരാഷ്ട്ര ബഹുമതികളുടെ സർട്ടിഫിക്കറ്റുകളാണ് ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നത്. പീസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചതിന്റെ രേഖകളും പരിശോധിച്ചു വരികയാണ്. കയ്യെഴുത്ത് ഖുറാന്റെ സംരക്ഷണം കണക്കിലെടുത്ത് അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ബഹുമതി ഉൾപ്പെടെ ലഭിച്ചതിന്റെ സർട്ടിഫിക്കറ്റുകളും ഇയാളുടെ കൈവശമുണ്ട്. രാജ്യത്തെ പ്രമുഖ മനുഷ്യാവകാശ സംഘടന നൽകിയ കോവിഡ് വാരിയേഴ്സ് പുരസ്കാരത്തിന്റെ പ്രശസ്തി പത്രം ഉൾപ്പെടെ നിരവധി സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കും. ഇതെല്ലാം അസലാണോ വ്യാജമാണോ എന്നറിയാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. അസലാണെങ്കിൽ ആരുടെ സ്വാധീനത്തിലാണ് ഇവ നേടിയതെന്നതും അന്വേഷണ വിധേയമാക്കും. അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പ്രതിനിധികൾ മ്യൂസിയം സന്ദർശിച്ച ശേഷമാണ് ബഹുമതി നൽകിയതെന്നായിരുന്നു മോൻസന്റെ വാദം. പ്രവാസി സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാൽ പല ബഹുമതികളും ആ വഴിയിൽ സംഘടിപ്പിച്ചതാകാനാണ് സാധ്യതയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അന്താരാഷ്ട്ര തലത്തിലുള്ളതുൾപ്പെടെയുള്ള ബഹുമതികൾ മോൻസന് ലഭിച്ചതാണോ അതോ വ്യാജമായി നിർമ്മിച്ചതാണോ? രണ്ടായാലും ഇത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം ക്രൈംബ്രാഞ്ചിനാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ഏതായാലും പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൻ മാവുങ്കലിന്റെ തട്ടിപ്പുകളുടെ തുടക്കം ഇടുക്കിയിൽ നിന്നും. പഴയ ടിവികളും കാറുകളും കുറഞ്ഞ വിലയ്ക്ക് എത്തിച്ചു നൽകാമെന്ന് മോഹിപ്പിച്ചാണ് ഹൈറേഞ്ചിൽ മോൻസൻ തട്ടിപ്പ് നടത്തിയതെന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നു. 1990കളുടെ പകുതിയിൽ ഭാര്യയ്ക്ക് രാജകുമാരിയിലെ മാനേജ്മെന്റ് സ്കൂളിൽ അധ്യാപികയായി ജോലി ലഭിച്ചതോടെയാണ് മോൻസൻ ഹൈറേഞ്ചിലെത്തുന്നത്. രാജകുമാരി പഞ്ചായത്ത് ഓഫീസിന് സമീപം സർവേ പഠിപ്പിക്കുന്ന സ്ഥാപനവും ആരംഭിച്ചു. ഹൈറേഞ്ചിൽ ടെലിവിഷനുകൾ വിരളമായിരുന്ന ആ കാലഘട്ടത്തിൽ കുറഞ്ഞ വിലയ്ക്ക് എറണാകുളത്തു നിന്ന് പഴയ ടെലിവിഷനുകൾ എത്തിച്ചു നൽകാമെന്ന് മോഹിപ്പിച്ചാണ് തട്ടിപ്പ് ആരംഭിച്ചത്. ചിലർക്ക് മോൻസൺ TV എത്തിച്ചു നൽകി. പിന്നീട് വാഹന വിൽപ്പന രംഗത്തേക്ക് ഇയാൾ ചുവടുമാറ്റി. മാരുതി 800 കുറഞ്ഞ നിരക്കിൽ എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ, സ്വർണം നൽകാമെന്ന് പറഞ്ഞ്, അതോടൊപ്പം തന്നെ വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള തട്ടിപ്പുകൾ. അങ്ങനെ 94 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾ തുടക്കം കുറിച്ചത് തന്നെ. അത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. ഏകദേശം 10-12 വർഷക്കാലം ഇടുക്കി സ്വദേശിയായി നിന്ന ഒരു വ്യക്തിയാണ് മോൻസൻ മാവുങ്കൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പ് വളരെ ഗൗരവമായിട്ട് തന്നെ അന്വേഷിക്കണം. രാജാക്കാട്ടിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിക്ക് സ്വർണം എത്തിച്ചു നൽകാമെന്ന പേരിലും ഇയാൾ തട്ടിപ്പ് നടത്തിയതായി പറയപ്പെടുന്നു. ആകർഷകമായ പെരുമാറ്റമായിരുന്നു മോൻസന്റെ പ്രത്യേകത. ഹൈറേഞ്ചിലെ സാധാരണക്കാർ മുതൽ ഉന്നതർ വരെ നിരവധി പേർ മോൻസന്റെ തട്ടിപ്പിൽ കുടുങ്ങിയിട്ടുള്ളതായാണ് സൂചന. തട്ടിപ്പിനിരയായവർ നിരവധി പേരുണ്ടെങ്കിലും ആരും പരാതി നൽകാൻ തുനിഞ്ഞിരുന്നില്ല. ഭാര്യ ജോലി വിട്ടതോടെയാണ് ഇയാൾ രാജകുമാരിയിൽ നിന്ന് എറണാകുളത്തേക്ക് താമസം മാറ്റിയത്. ന്യൂസ് 18, ഇടുക്കി. എന്തായാലും ഇയാളുടെ കയ്യിലുള്ള പുരാവസ്തുക്കളെല്ലാം വ്യാജമാണെന്ന് ഏറെക്കുറെ തെളിഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ വ്യക്തമായതുമാണ്. ഇതിലെ ഹൈലൈറ്റിന് എന്ന് പറയുന്നത് യൂദാസിന്റെ വെള്ളി നാണയം എന്ന പേരിൽ പ്രചരിപ്പിച്ചതായിരുന്നു. അത് എന്തായാലും റോമൻ ഭരണകാലത്തെ വെള്ളി നാണയങ്ങളാണെന്നാണ് പറയുന്നത്. കേരളത്തിൽ സുലഭമായി ലഭിച്ചിരുന്ന ഈ നാണയങ്ങൾ മുൻപ് പലയിടത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രകാരൻ MG ശശിഭൂഷൺ പറയുന്നത്. സ്വകാര്യ പുരയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം നാണയങ്ങൾ പലപ്പോഴും സർക്കാരിന്റെ കയ്യിലെത്താതെ സ്വകാര്യ മ്യൂസിയങ്ങൾ തട്ടിയെടുക്കാറാണ് പതിവ്. കറുത്ത പൊന്നായ കുരുമുളക് തേടി നിരവധി വിദേശ വ്യാപാരികൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിലെത്തിയ റോമൻ വ്യാപാരികൾ പ്രതിഫലമായി സ്വർണത്തിലും വെള്ളിയിലുമുള്ള നാണയങ്ങൾ നൽകും. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ഇത്തരം നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ചിലത് പുരാവസ്തു വകുപ്പിലെത്തും മുമ്പ് സ്വകാര്യ വ്യക്തികൾ കടത്തും. മോൻസൺ പ്രചരിപ്പിച്ച നാണയത്തിന് യൂദാസുമായോ യേശുക്രിസ്തുവുമായോ ഒരു ബന്ധവുമില്ലെന്ന് ചുരുക്കം. മോൻസന്റെ ഇതേ നാണയം സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കൈവശവുമുണ്ടെന്ന് MG ശശിഭൂഷൺ സാക്ഷ്യപ്പെടുത്തുന്നു. അതിലെ റോമൻ നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില നിശ്ചിതമാണ്. ഇത് ജീസസ് ക്രൈസ്റ്റിനെ ഒറ്റുകൊടുത്ത യൂഡാസിൻ്റെ നാണയമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വ്യക്തി മൂല്യം വർദ്ധിപ്പിച്ചത്. സീസറിൻ്റെ കാലത്തെയും സീസറിൻ്റെ മുൻപിലുള്ള കാലഘട്ടത്തിലെയും പിന്നീടുള്ള കാലഘട്ടത്തിലെയും നാണയങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ സുലഭമായി കിട്ടിയിട്ടുണ്ട്. നാണയങ്ങളുടെ പേരിൽ സംസ്ഥാനത്ത് തട്ടിപ്പ് നടക്കുന്നത് ആദ്യമല്ലെങ്കിലും യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത കളവ് പറഞ്ഞുള്ള തട്ടിപ്പ് ഇതാദ്യം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ നാണയമടക്കം സംസ്ഥാനത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്.
പക്ഷേ ഇവ സർക്കാർ സംരക്ഷണത്തിലാക്കാൻ നമുക്ക് ആർജവും ഉണ്ടാകാറില്ല. പുരാരേഖകളുടെ രജിസ്ട്രേഷൻ അടക്കം സംസ്ഥാനത്ത് മുടങ്ങി. ഈ ആൻറ്റീക് ഷോപ്പ് നടത്തുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ലൈസൻസ് നിർബന്ധമാണ്. പഴയ കാലത്തെ കച്ചവടക്കാർ ഇത്രയും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പറയാറില്ല. ചെറിയ തരത്തിലൊക്കെയുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രചാരങ്ങൾ നടത്തുമെന്നല്ലാതെ ഈ രംഗത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ തട്ടിപ്പ് ഇങ്ങനത്തെ ബടായി പറഞ്ഞാലൊക്കെ ഇല്ല. പുരാവസ്തുക്കൾ വിൽക്കുന്നവർക്ക് സ്ഥിരം ഉപഭോക്താക്കളുണ്ട്. ഇത്തരക്കാരെ തട്ടിക്കുക എളുപ്പമല്ല. എന്നാൽ വലിയ ഡിമാൻഡ് ഉണ്ടാകുന്ന വസ്തുക്കൾ വ്യാജമായി നിർമ്മിക്കുന്നത് ഈ മേഖലയിൽ വ്യാപകമാണത്രേ. ന്യൂസ് 18 തിരുവനന്തപുരം. വിജിലൻസ് മേധാവി സുധേഷ് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രിക്ക് പരാതി. മോൺസൽ മാവുങ്കലിനെതിരായ പരാതിക്കാരൻ സിദ്ദിഖ് പുറയാലിന്റെ ചെലവിൽ വിദേശ സന്ദർശനം നടത്തിയെന്നാണ് പ്രധാന ആരോപണം. അങ്കമാലി സ്വദേശി രവീന്ദ്രനാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. വിജിലൻസ് മേധാവി സുധേഷ് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ അക്കമിട്ട് നിരത്തുന്നത്. മകനും മകൾക്കുമൊപ്പം സുധേഷ് കുമാറും ഭാര്യയും ചൈനയിൽ സന്ദർശനം നടത്തിയത് വിദേശ വ്യവസായിയായ സിദ്ദിഖ് പുറായിലിന്റെ ചിലവിലാണെന്നാണ് പ്രധാന ആരോപണം. യാത്രയ്ക്കുൾപ്പെടെ ചെലവായ 15 ലക്ഷം രൂപ സിദ്ദിഖാണ് നൽകിയത്. എന്നാൽ പണം തിരികെ നൽകിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും അങ്കമാലി സ്വദേശി BV രവീന്ദ്രൻ അവകാശപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി മകൾക്കായി സ്വർണ്ണാഭരണം 95% വില കുറച്ച് വാങ്ങിയതായും പരാതിയിൽ ആരോപിക്കുന്നു. ഇതിന്റെ ഡിജിറ്റൽ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ട്. സുധേഷ് കുമാർ അനധികൃത വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടെന്നും മകന്റെ അക്കൗണ്ടിൽ കൈക്കൂലിപ്പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നുമാണ് പരാതിയിൽ പറയുന്നത്. സുധേഷ് കുമാർ പാലക്കാട് സൂപ്രണ്ടായിരുന്നത് തൊട്ടുള്ള 7ഓളം അഴിമതി ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. പരാതിയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് രഹസ്യാന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. അതേസമയം പരാതി സുധേഷ് കുമാറിനെതിരെ ബോധപൂർവം നടത്തുന്ന വ്യക്തിഹത്യയാണോ എന്നതും പരിശോധിക്കുന്നുണ്ട്. കാലാവധി നീട്ടി നൽകാതെ വരുന്ന ജനുവരിയിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തു നിന്ന് അനിൽകാന്ത് വിരമിച്ചാൽ സീനിയറായ സുധേഷ് കുമാറിനാണ് സാധ്യത. ഇത് തടയാനുള്ള പോലീസ് ഉന്നതർക്കിടയിലെ നീക്കമാണെന്നും ആരോപണമുണ്ട്. VS അനു, ന്യൂസ് 18 തിരുവനന്തപുരം. നവ്ജോത് സിംഗ് സിദ്ധു PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് കലങ്ങി മറിഞ്ഞ പഞ്ചാബ് കോൺഗ്രസ് രാഷ്ട്രീയം. സിദ്ധുവിനെ പിന്തുണച്ച മന്ത്രിമാരായ റസിയ സുൽത്താന, പർഗത് സിംഗ് എന്നിവരും രാജിവെച്ചു. സിന്ധുവിന്റെ നടപടികൾക്കെതിരെയും നേതാക്കൾ രംഗത്തെത്തി. അതേസമയം സിദ്ധുവിന്റെ രാജി കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ല. ഡൽഹി സന്ദർശനം രാഷ്ട്രീയ കൂടിക്കാഴ്ചയ്ക്കല്ലെന്ന് അമരീന്ദർ സിംഗ് പറഞ്ഞു. നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ രാജിയെ തുടർന്ന് അസാധാരണ സാഹചര്യമാണ് പഞ്ചാബ് കോൺഗ്രസിൽ. സിദ്ധുവിനെ പിന്തുണച്ച് മന്ത്രിമാരായ റസിയ സുൽത്താന, പർഗത് സിംഗ് എന്നിവരും രാജിവെച്ചു. ഗുൽസർ ഇന്ദർ ചഹൽ PCC ട്രഷറർ സ്ഥാനവും യോഗീന്ദർ ദിൻഗ്ര, ഗൗതം സേത്ത് എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട്. അതേസമയം സിദ്ധുവിനെ വിമർശിച്ചും നേതാക്കൾ രംഗത്തെത്തി. ഇത് ക്രിക്കറ്റല്ലെന്നും ന്യായീകരിക്കാനാവില്ലെന്നും മുൻ PCC അധ്യക്ഷൻ സുനിൽ ജാഖർ പ്രതികരിച്ചു. സ്ഥിരതയില്ലാത്ത നേതാവെന്ന് അമരീന്ദർ സിംഗും വിമർശനം ഉന്നയിച്ചു. തന്റെ ഡൽഹി സന്ദർശനം രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾക്കായല്ലെന്നും അമരീന്ദർ സിംഗ് പറഞ്ഞു. यहाँ मैं घर जाऊंगा, सामान इकट्ठा करूंगा और मैं पंजाब जाऊंगा कल को। क्या अमित शाह से मिलना? सिद्धू के इस्तीफे के बाद अब आपकी क्या? अरे आई एम नॉट मीटिंग एनी पॉलिटिशियन. मैंने आपको कह दिया किसी पॉलिटिशियन को मैं नहीं मिल रहा. कोई पॉलिटिकल एक्टिविटी नहीं है. मैं कपूरथला हाउस जो चीफ घर है उसको खाली करने के लिए. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസത്തിൽ താഴെ മാത്രം ശേഷിക്കെ പഞ്ചാബിലെ രാഷ്ട്രീയ സംഭവങ്ങൾ കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപൂർ ഉൾപ്പെടെ പശ്ചിമ ബംഗാളിലെ 3 മണ്ഡലങ്ങളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്ത് ഭവാനിപൂരിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിയങ്ക ടിബ്രവാളാണ് BJP സ്ഥാനാർത്ഥി. CPM സ്ഥാനാർത്ഥി ശ്രീജിത് ബിശ്വാസും ജനവിധി തേടുന്നുണ്ട്. മുഖ്യമന്ത്രി പദത്തിൽ തുടരണമെങ്കിൽ മമതാ ബാനർജിക്ക് വിജയം അനിവാര്യമാണ്. സംസേർഗഞ്ച്, ജംഗിപൂർ എന്നിവയാണ് മറ്റ് മണ്ഡലങ്ങൾ. ഒഡീഷയിലെ പിപ്ലിയിലും നാളെയാണ് വോട്ടെടുപ്പ്. ഒക്ടോബർ 3-നാണ് വോട്ടെണ്ണൽ. കോൺഗ്രസിലെ പ്രതിസന്ധിയെക്കുറിച്ച് സംസ്ഥാന നേതൃത്വവുമായി രാഹുൽ ഗാന്ധി ഇന്ന് ചർച്ച നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPC അധ്യക്ഷൻ K സുധാകരൻ എന്നിവർ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായാണ് കരിപ്പൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി ചർച്ച നടത്തുക. KC വേണുഗോപാലും ചർച്ചകളിൽ പങ്കെടുക്കും. 2ാം ഘട്ട പുനഃസംഘടനയും ചർച്ചയാവും. TG സൈത്താണ് ചേരുന്നത്. സൈത്ത്, സങ്കീർണമായ സാഹചര്യത്തിലാണ് അദ്ദേഹം എത്തുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപി, സംസ്ഥാനത്തെത്തുന്ന രാഹുൽ ഗാന്ധിയുമായി നേതാക്കൾ ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്.
ഡൽഹിയിലെത്തി ചർച്ച നടക്കാനിരിക്കുകയാണ്. ഇതിനിടെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ച ഇവിടെ നടക്കാനാണ് സാധ്യത. കെ സുധാകരനും VD സതീശനും ചർച്ച നടത്തും. ഒപ്പം KC വേണുഗോപാലും ഈ ചർച്ചകളിൽ പങ്കാളിയാവും. പ്രധാനമായും സംസ്ഥാനത്തെ പുതിയ നേതൃത്വത്തിനെതിരെ ചില നേതാക്കൾക്കിടയിലെങ്കിലും വലിയ വികാരമുണ്ട് എന്ന ഒരു പൊതുധാരണ ഹൈക്കമാൻഡ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം താരിഖ് അൻവർ കേരളത്തിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷം ആ തരത്തിലുള്ള റിപ്പോർട്ടാണ് കൈമാറിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കളെ ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധി തന്നെ നേതാക്കൾക്ക് കൈമാറിയേക്കുമെന്നാണ് സൂചന. VM സുധീരൻ അടക്കമുള്ളവരെ അനുനയിപ്പിക്കാനുള്ള പുതിയ നീക്കങ്ങളും ഈ ചർച്ചയിൽ ഉയർന്നു വന്നേക്കാനാണ് സാധ്യത. എന്തായാലും നേതാക്കളെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതായിരിക്കും തന്ത്രം. ഒപ്പം തന്നെ രണ്ടാം ഘട്ടത്തിലുള്ള പുനഃസംഘടനയുണ്ട്. ഈ പുനഃസംഘടന അല്പം കൂടി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ നേതാക്കളെ അനുനയിപ്പിച്ച ശേഷം മാത്രമേ ഈ പുനഃസംഘടനാ ചർച്ചകളിലേക്ക് കടക്കേണ്ടതുള്ളൂ എന്നതാണ് ഉണ്ടായിരിക്കുന്ന ധാരണ. എന്തായാലും രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചകൾ ഈ വിഷയങ്ങളും കരുതു വരും. ഒപ്പം തന്നെ ഈ KPCCയുടെ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിന് നിലവിലൊരു മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യവും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ വ്യക്തമാണ്. ശരി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാവിലെ 8:30 കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് കാളികാവ് ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്ത ശേഷം രാഹുൽ ഗാന്ധി ചേന്നമംഗളൂരിൽ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള റിക്രിയേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മർക്കസ് നോളജ് സിറ്റിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. രാത്രി കോഴിക്കോട് സ്വകാര്യ റിസോർട്ടിൽ തങ്ങുന്ന രാഹുൽ വ്യാഴാഴ്ച രാവിലെ കരിപ്പൂരിൽ നിന്ന് ദില്ലിക്ക് മടങ്ങും. ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ചിരുത എന്ന മ്യൂസിക് വീഡിയോ പ്രേക്ഷക ശ്രദ്ധ നേടി മുന്നേറുകയാണ്. നേരത്തെ ചാരുലത എന്ന സംഗീത ചിത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന ശ്രുതി ശരണ്യമാണ് ചിരുതയും സംവിധാനം ചെയ്തിരിക്കുന്നത്. ശ്രുതിയും ചിരുതയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആര്യനും ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രുതിയും ആര്യനുമാണ് ഇപ്പോൾ നമ്മളോട് കൂടി ചേരുന്നത്. ഇരുവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്രുതി മനു മാസ്റ്ററെ പോലെ ചാരുലതയെ പോലെ ഇതും അതിഗംഭീരമായിട്ടുണ്ട്. കണ്ടു, ഇഷ്ടായി. ആരാണ് ചാരുലത? ക്ഷമിക്കണം, ആരാണ് ചിരുത? ചിരുത ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണെന്ന് തൽക്കാലം പറയാം. പക്ഷേ സത്യത്തിൽ 1956 മണിമലർക്കാവ്, തൃശ്ശൂരിലെ വേലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മണിമലർക്കാവ് എന്ന അമ്പലത്തില് വെച്ച് നടന്ന മാറുമറയ്ക്കൽ സമരത്തിൽ ഒരു ചിരുത ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് നടന്ന മാറുമറയ്ക്കൽ സമരത്തിന്റെ 65ാം വാർഷികമാണ് ഈ വർഷം. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് ഈ ഒരു ആശയത്തിന്റെ പിറവി എന്ന് പറഞ്ഞാല്. പക്ഷേ ചിരുത നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു പ്രൊഡക്ഷനാണ്. പ്രത്യേകിച്ച് അതിന്റെ പുറകിൽ ഒരുപാട് തോട്ട് പ്രോസസ്സോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഒരു ഓവർനൈറ്റ് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് സുഹൃത്തുക്കളെ എല്ലാവരും ചേർന്ന് എൻ്റെ വീട്ടിൽ കൂടി പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 8 മണി തൊട്ട് 4 മണി വരെ ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്ഷനാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു റോനെസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എക്വിപ്മെന്റ് ആണെങ്കിലും ഒന്നും ഹൈ എൻഡ് ആയിട്ടുള്ള സാധനങ്ങളല്ല. കയ്യിലുള്ള ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ളവരെല്ലാം ഒന്ന് ചേർന്നു, ആര്യൻ ഉൾപ്പെടെ എല്ലാവരും. പിന്നെ സുദീപാണ് അതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അതില് ആഹിരി, അതുപോലെ തന്നെ എന്താ പറയാ പുന്നാഗവരാളി, ഈ രാഗങ്ങളുടെയൊക്കെ ഒരു സ്പർശം, അതായത് ഒരു നാഗപ്പാട്ടിന്റെയും അതല്ലെങ്കിൽ ഒരു ഫോക്ലോറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്ന രാഗങ്ങളുടെയൊക്കെ ഒരു സ്പർശമുള്ള സംഗീതമാണ് അതിന്റെ. അപ്പൊ ആ സുദീപിന്റെ സംഗീതം കൂടെ നന്നായതുകൊണ്ടായിരിക്കും എനിക്ക് ഇത് വിഷ്വലൈസേഷൻ ഈ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ അതിലെ വരികളാണെങ്കിലും അതെ, ഒരു രാത്രി എഴുതി ഉണ്ടാക്കിയതാണ്. 1 മണിക്കൂർ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ വരികൾ. പിറ്റേ ദിവസം രാവിലെ ആര്യനും രമ്യയാണ് അതിലെ പ്രധാന കഥാപാത്രം ചിരുതയെ അവതരിപ്പിച്ചിട്ടുള്ളത്. രമ്യ ഒരു നർത്തകി കൂടിയാണ്. രമ്യയും ആര്യനും, രമ്യയുടെ മകൻ ബോധിയാണ് അതില് ആര്യന്റെ കുട്ടിക്കാലം, ചെറുപ്പകാലം അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ എന്റെ അമ്മയുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് വന്നു. അങ്ങനെ നമ്മള് ഒരു സൗഹൃദ കൂട്ടായ്മയിൽ പിറന്ന ഒരു 0 ബഡ്ജറ്റ് പ്രൊഡക്ഷൻ ആണ്. 10 വയസ്സ് നമ്മൾ ഇതില് ഈ നിന്നിലെ പാതയും മിന്നിലെ പാതയും ഒരേ പാതയിൽ ചേരുന്നു എന്ന് പറയുന്നത് ഇതെന്താണ്? ഒരു വിപ്ലവത്തിന്റെ ആ ഒരു ഇത് തന്നെയല്ലേ, കഥ തന്നെയല്ലേ ഇതിലൂടെ പറയുന്നതല്ലേ? അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല അത് എഴുതുന്ന സമയത്ത്. ആ സമയത്ത് ഒരു എന്താ പറയാ, 2 ആത്മാവുകൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് അമ്മയും മകനും ആകാം, കാമുയും കാമുകനുമാകാം. ഇതിലിപ്പോ ചിരുതയുടെ കഥാപാത്രവും പിന്നെ ആ ഒരു കുട്ടിയുടെ കഥാപാത്രവും തുടക്കത്തിൽ നമുക്കതൊരു അമ്മ മകൻ കോമ്പിനേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കഥാപാത്രങ്ങളെ ട്രാൻസിഷൻ ചെയ്ത് ആര്യനായി മാറുമ്പോൾ, ഈ ബോധിയുടെ കഥാപാത്രം പിന്നെ വലുതായി ഒരു ചെറുപ്പക്കാരനാവുമ്പോൾ പിന്നീട് ഒരു കാമുകി ഭാവമാണ് ആ 2 ക്യാരക്ടേഴ്സിനും തമ്മിലുള്ളത്. അപ്പോൾ ഒരു കാമുകിന്റെ ഭാവമാണ്. അപ്പോൾ
ഒരുപക്ഷെ ഈ പാട്ടിലും ആ വരികളിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരിക്കാം. ഒരു രണ്ടുപേര് തമ്മിലുള്ള ഒരു ആത്മബന്ധം, ഒരു ഒരാളുടെ ആത്മാംശം മറ്റാളിൽ സ്ഫുരിക്കുന്ന പോലുള്ള ഒരു ബന്ധം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ വരികളിലൂടെ. അല്ലാതെ പ്രത്യേകിച്ച് അതിൽ ഒരു വിപ്ലവത്തിന്റെ തോട്ട് പ്രോസസ് അപ്പോ ഉണ്ടായില്ല, എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിപ്ലവത്തിന്റെ എലമെന്റ് ഒക്കെ അതിനകത്തേക്ക് കടന്നു വന്നു. ഈ മണിമലർക്കാവിലെ താലപ്പൊലിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുകൊണ്ട് കണക്ട് ചെയ്തുകൂടാ? കാരണം അന്നൊരു ചിരിത ഉണ്ടായിരുന്നു എന്നുള്ള അറിവ് അത് ന്യൂസ് പേപ്പറിലും അങ്ങനെ ഒരുപാട് റിപ്പോർട്ട്സ് അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അത് വായിക്കാനിടയായി. അപ്പോൾ ഈ ചിരിതയെ ആ ചിരിതയുമായിട്ട് കണക്ട് ചെയ്തു. അപ്പം വരി എഴുതുമ്പോൾ ആ ഒരു തോട്ട് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു മണിക്കൂർ കൊണ്ടുണ്ടായ വരികളാണ്. ഏതായാലും ശ്രുതി, എനിക്ക് തോന്നുന്നു ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ടും അതിന്റെ കഥാപാത്രങ്ങളെ കുറിച്ചും ശ്രുതി ഒരുപാട് വ്യാഖ്യാനിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പ്രേക്ഷകർ സ്വമേധയാ ഒരുപാട് അവർ സ്വയം വ്യാഖ്യാനിക്കുന്നുണ്ട്, അതുവഴി അവർ അത് ആസ്വദിക്കുന്നുണ്ട്. ഏതായാലും ആര്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആര്യൻ നന്നായിരുന്നു. അവസാനത്തെ കുറച്ച് ഷോട്ടാണെങ്കിലും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഇവരുടെ ഈ മാജിക്കൽ കോമ്പിനേഷൻ, സുദീപ് പാലനാട് എന്ന് പറയുന്ന കോമ്പിനേഷനിൽ ഭാഗമാകുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. അതിപ്പോ ഈ ഒരു കോവിഡിന്റെ ഇടയിൽ, അതും ആ ഒരു ഫസ്റ്റ് വേവ് ഏറ്റവും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കോള് വരികയും, അത് ശരിക്കും എനിക്കും എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു റിഫ്രഷിങ് പരിപാടിയായിരുന്നു ആ ഒരു സമയത്ത്. അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോന്നു കഴിഞ്ഞ് പിന്നെ ആ ഷൂട്ട് ഭയങ്കര ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ ഒരു ലൊക്കേഷനും, നമ്മൾ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സ്ത്രീ ഇത്ര വലിയ മരത്തിന്റെ മേളിലിരിക്കുന്ന ഒരു ഭയങ്കര സർറിയൽ ഫീൽ ആയിരുന്നു ആ ഒരു ഷൂട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും ഇത്രയും കാലം ഒരു വെയിറ്റിംഗ് ആയിരുന്നു, ഇത് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളൊരു വലിയ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് റിലീസായപ്പോ ശരിക്കും പറഞ്ഞ ഭയങ്കര റെസ്പോൺസ് പല സ്ഥലത്തുനിന്നും. ഈ പറഞ്ഞ പോലെ ഞാന് ഈ ഫേസ്ബുക്കിലൊക്കെ അതർ ഫോൾഡർ തുറന്നു നോക്കുന്ന സമയത്ത് ഇങ്ങനെ മെസ്സേജ്, അത് ആളുകളും ഇപ്പൊ ശ്രുതിയുടെ ഈ ഇന്റർപ്രിട്ടേഷൻസിന് അപ്പുറം ഒരുപാട് ആളുകൾ കവിതകളായിട്ട് അയക്കുക, അവരിൽ തന്നെ ഒരു ചിരിതയെ കാണുക, ഭയങ്കര കുറെ പേർക്ക് അവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക, അവരുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ അതിനെ നരേറ്റ് ചെയ്യുക, ഇതിലെ വരികള് അവരുടേതായിട്ടുള്ള ഒരു വേർഷൻ എഴുതി ചേർക്കുക, അങ്ങനെ ഭയങ്കര ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതിന് എത്ര തലങ്ങളിലേക്ക് അത് സ്വാധീനിക്കാം എന്നുള്ളതിന്റെ വലിയൊരു ഒരു കേസ് സ്റ്റഡി പോലെ സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ റെസ്പോൺസ്. ഐ എം സോ ഹാപ്പി. അതാണ് ഞാൻ ശ്രുതിയോടും പറഞ്ഞത്, അത് പ്രേക്ഷകർ വ്യാഖ്യാനിക്കട്ടെ. ഏതായാലും ശ്രുതി പറയുമ്പോൾ വളരെ പെട്ടെന്നുണ്ടായതാണ് എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. കുറേ കാലം പല ചിന്തകൾ, പക്ഷെ അതൊരു പെട്ടെന്ന് സംഭവിച്ചു പോകുന്നതിന്റെ ആ സമയം മാത്രമാണ് ശ്രുതി പെട്ടെന്ന്, അല്ലേ? ബാക്കി ഈ ചിന്തകളൊക്കെ പെട്ടെന്നായിരിക്കും, പക്ഷെ അതിന് പിറകിൽ ഒരുപാട് സമയം പല ചിന്തകൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? സാധാരണ അങ്ങനെയാണ് കാണാറ്. തീർച്ചയായിട്ടും. അല്ല, അത് നമ്മളൊക്കെ ഇപ്പൊ വളർന്നു വന്ന സാഹചര്യങ്ങളായാലും കേട്ടിട്ടുള്ള മിത്തുകളായാലും പിന്നെ കേട്ട ചരിത്രം, അറിഞ്ഞ ചരിത്രം, മനസ്സിലാക്കിയ ചരിത്രം, ഇതൊക്കെ നമ്മുടെ സൃഷ്ടികളെ തീർച്ചയായിട്ടും സ്വാധീനിക്കുമല്ലോ. അപ്പൊ അത് തന്നെയായിരിക്കും എവിടെയും സംഭവിച്ചത്. ഇപ്പൊ നമ്മള് വളർന്നു വന്ന സാഹചര്യങ്ങളും എന്റെ നാട്ടിൽ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് 0 ബഡ്ജറ്റാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ വീടിന്റെ പരിസര പ്രദേശങ്ങളിലെ ഭാരതപ്പുഴയുടെ തീരത്ത് ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ആ നാട്ടിലെ കഥകള്, അവിടുത്തെ സാഹചര്യങ്ങള്, നമ്മൾ കേട്ട പല മിത്തുകൾ, ഇതെല്ലാം ഇതിനെ സ്വാധീനിക്കുമല്ലോ തീർച്ചയായിട്ടും. അപ്പൊ അത് ഉള്ളിന്റെ ഉള്ളിൽ അത് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം, ഇങ്ങനെ പൊട്ടിമുളയ്ക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. അതൊരു അവസരം കിട്ടുമ്പോൾ പുറത്തേക്ക് വരുന്നു, അതായിരിക്കും. ഏതായാലും ഇത് വളരെ ഭംഗിയായി വന്നപ്പോൾ ചില ആൾക്കാർ പലതും, ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയെ കാണിച്ചപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ശ്രുതിയുടെ പഴയ വർക്കുകളൊക്കെ നോക്കി. അപ്പോൾ ചാരുലതൊക്കെ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അത് വീണ്ടും കാണാൻ തോന്നുന്നത്. എത്ര കണ്ടാലും കേട്ടാലും വീണ്ടും കാണാൻ തോന്നുന്നത് എന്നെ സംബന്ധിച്ച്. പക്ഷേ ഇതങ്ങനെ ഒരു സിമ്പിൾ അല്ല, പെട്ടെന്നുണ്ടായ വർക്കായിരുന്നില്ല അല്ലേ? നല്ല കാശും ചിലവായി, നല്ല മെനക്കെട്ടി വരുമല്ലോ. ഏകദേശം ഒരു 6-7 മാസം നമ്മൾ ഇതിന്റെ ഫണ്ട് സമാഹരിക്കുന്നത് ഉൾപ്പെടെ, കാരണം നമുക്ക് കൊൽക്കത്തയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അത്യാവശ്യം ഫണ്ട് വേണ്ടി വന്നിരുന്നു. പിന്നെ ഇതിനകത്ത് ക്രൂ എല്ലാം അത്യാവശ്യം നാഷണലി ആൻഡ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. മ്യൂസിക്കിന്റെ ഭാഗത്ത് പ്രവർത്തിച്ചവരാണെങ്കിലും അതുപോലെ വിഷ്വൽ സൈഡിൽ പ്രവർത്തിച്ചവരാണെങ്കിലും. അപ്പോൾ അങ്ങനെ അതിന് സമാഹരിക്കാൻ കുറച്ച് സമയമെടുത്തു. ഫണ്ട് ടാറ്റ ട്രസ്റ്റ് ആണ് അത് ഫണ്ട് ചെയ്തത്. അപ്പം അത് ഉണ്ടാക്കിയെടുക്കാനും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞ വർക്ക് പ്രോസസ് വാസ് ലൈക്ക് അത്ര എളുപ്പമായിരുന്നില്ല. എല്ലാവരുടെയും ഡേറ്റ്സ് ഒരുമിച്ച് വരണം, പിന്നെ അതുപോലെ കൊൽക്കത്തയിൽ പോയി ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം. അപ്പൊ അങ്ങനെ കുറച്ച് സമയമെടുത്ത് ചെയ്ത ഒരു പ്രോസസ് ആയിരുന്നു ചാരുലത എന്ന് പറഞ്ഞാൽ. ഫണ്ടും
ധാരാളം ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഫണ്ടിന്റെ അപര്യാപ്തതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചിരുത അങ്ങനെ ആയിരുന്നില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഫണ്ടും ഇല്ല, അതുപോലെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു രാത്രിയിൽ എല്ലാവരും കൂടി. എന്റെ ഒപ്പം ഇതിനു മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്, ആ കുട്ടികൾ തന്നെ ആയതുകൊണ്ട് അവർക്ക് എന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ അറിയാം. പിന്നെ ആര്യനാണെങ്കിലും സുദീപ് ആണെങ്കിലും ഇവരൊക്കെ സ്ഥിരം എന്റെ കൂടെ ഉള്ള ആളുകളാണ്. അപ്പൊ അവർക്കൊക്കെ എങ്ങനെ എന്താ പറയാ കൂടെ സഹകരിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കണം വളരെ ഭംഗിയായിട്ട് എല്ലാവരുടെയും ഒരു സഹകരണത്തിൽ ഉണ്ടായ ഒരു പ്രോഡക്റ്റ് ആണ് ചിരുത എന്ന് പറഞ്ഞാല്. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് എഫേർട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഏതായാലും ഈ പേരുകളെ ഇപ്പൊ ചാരു എന്ന പേര് അത് എന്റെയൊക്കെ പ്രായത്തിലുള്ളവരുടെ ആയിരിക്കാം ഭയങ്കര ഒരു രസമുള്ള പേരാണ് അത്. ചാരു മജുംദാർ തൊട്ട് ചാരു സ്ത്രീ ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ചാരു എന്ന പേരിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്, ചിരുത എന്ന പേരിനോടും. അപ്പോൾ പേര് തിരഞ്ഞെടുക്കുന്നതിൽ പോലും താങ്കളുടെ ഒരു വൈഭവം അതിൽ മനസ്സിലാവും. പിന്നെ വരികളുടെ കാര്യം, അത് താങ്കളുടെ സജഷനാണോ അതോ അവരെഴുതുന്ന വരികൾ നമ്മൾ എടുക്കുകയാണോ, എങ്ങനെയാണ് രീതി? ഞാൻ തന്നെയാണ് എഴുതുന്നത് വരികൾ. വരികൾ എഴുതിയത് ഇപ്പൊ ചാർലത്തെ ആണെങ്കിലും ചിരുതയാണെങ്കിലും ഞാൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ സോറി, ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെ വെച്ചാൽ അതിഗംഭീരം. ചാർലയുടെ വരികൾ കുറച്ച് സമയമെടുത്ത് ചെയ്തതാണ്. പക്ഷെ ചിരുത ഈ പറഞ്ഞ പോലെ 1 മണിക്കൂറില് സുദീപ് മ്യൂസിക് കൊണ്ടുവരുന്നത് തലേ ദിവസം ഷൂട്ടിന്റെ തൊട്ടു മുൻപേ ആയിരുന്നു. ഒരു ദിവസത്തെ ഷൂട്ടായിരുന്നു. ഒരു ദിവസം രാവിലെ 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4 മണിക്ക് നമ്മൾ പാക്കപ്പ് ചെയ്തു. അങ്ങനെയായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പം അതിന്റെ തലേന്ന് ഈവനിങ് സുദീപ് മ്യൂസിക്കുമായിട്ട് വന്നു. ഞാനൊരു 1 മണിക്കൂർ ഇരുന്നു. എനിക്ക് അങ്ങനെ സ്വാഭാവികമായിട്ട് എഴുത്ത് വരാറില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു ഹാബിച്വൽ റൈറ്റർ അല്ല. പക്ഷെ ഇത് എന്തുകൊണ്ടോ ആ സംഗീതത്തിന്റെ പ്രത്യേകത കൊണ്ട് ആയിരിക്കാം. അത് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു കോൺസെപ്റ്റിനോടുള്ള നമ്മുടെ ഒരു അഭിനിവേശം. അങ്ങനെ വെച്ചാൽ എനിക്കൊരു ചോദ്യം ചോദിക്കുന്നത്, ഞാനിപ്പോ താങ്കളെ എഴുതിയെന്നുള്ളൊരു ബോധം എനിക്ക് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അതിൽ ആ ചോര മണക്കണമെന്ന പ്രയോഗം, സാധാരണ ഈ ചോര മണക്കുക എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉപയോഗിക്കാതെ അങ്ങനത്തെ ഒരു സ്ഥലത്താണ്, അതായത് ക്രൈം നടക്കുന്നിടത്ത്. പക്ഷെ നിങ്ങൾ അതിന് ഭയങ്കര രസകരമായിട്ട് സ്നേഹത്തിന്റെ മണമാക്കി മാറ്റി. അങ്ങനെയാണ് ആ തോട്ട കിട്ടിയത്. അത് യക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യക്ഷി സങ്കല്പങ്ങളൊക്കെ സാധാരണ ചോരയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ചോര കുടിക്കുന്ന യക്ഷി, അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നാണ് ഈ ചോര എന്നുള്ള ഒരു ആശയം വന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇതിലെ യക്ഷി എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ ഒരു ക്രൂരമുഖമുള്ള ക്രൂരഭാവങ്ങളുള്ള ഒരാളല്ല. മാതൃഭാവവും കാമുകീഭാവവും ഒക്കെയുള്ള ഒരു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ഇവര് തമ്മിലുള്ള ആത്മബന്ധമാണല്ലോ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ രണ്ടുപേർക്കും ഒരേ ചോരയുടെ മണമാണ്, ഒരേ രക്തമാണ് അവര് എന്ന് കാണിച്ചുകൂടാന്നൊരു തോന്നൽ വന്നു. അങ്ങനെ എഴുതിയതായിരിക്കണം. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇത് എഴുതുന്ന സമയത്ത് അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് ഒന്നും ഉണ്ടായിട്ടില്ല. ചുമ്മാ അങ്ങ് എഴുതിപ്പോയി ആ ഒരു ആത്മബന്ധം കാണിക്കണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ചാർലതയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടെ ഭാഷ കുറച്ചുകൂടെ ഒരു എലീറ്റിസ്റ്റ് ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് ഞാൻ അത് തീർത്തും പാടെ ഒഴിവാക്കി ഒരു ദ്രവീഡിയൻ മലയാളത്തിൽ തന്നെ എഴുതണം, സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഭാഷയിൽ തന്നെ എഴുതണം എന്നുള്ളൊരു അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു. അത് മാത്രമാണ് മനസ്സിലുണ്ടായിരുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത്. ആര്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആര്യൻ സംശയം, ഏതായാലും ഇത്രയും ക്ലിയർ ആയിട്ട് തോട്ടുള്ള ശ്രുതി നിങ്ങളായിട്ടൊക്കെ സജഷൻ എടുക്കാറുണ്ടോ? അയ്യോ ഇല്ല, നമുക്ക് അതിന്റെ ശ്രുതി ഞാൻ ഓപ്പോളെന്നാണ് വിളിക്കുക. ശ്രുതിയുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ക്ലാരിറ്റി ഇഷ്യൂസ്, പുള്ളിക്കാരിക്ക് ആ വിഷൻ പക്ക ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അതില് പ്രത്യേകിച്ചൊന്നും അങ്ങോട്ട് പറയേണ്ട കാര്യം വരാറില്ല. പ്രത്യേകിച്ച് ഈ കാര്യത്തില് ഈ ഒരു ക്രിയേഷനില് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ട്രസ്റ്റ് ചെയ്ത് അങ്ങ് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതില് നമ്മുടെ ഏറ്റവും നല്ല ഇൻപുട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു എക്സലൻസിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ പേരുകൾ വെച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഭയങ്കര മാജിക്കലാണ് ഇവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞല്ലോ. ഈ സുദീപ് പാലനാട് ശ്രുതി ചേരുമ്പോ അതില് ഒരു സ്ത്രീ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവര് ഗർഭിണിയായിരുന്ന സമയത്ത് ഈ ചാരുലത ഒരുപാട് കേൾക്കുമായിരുന്നു കണ്ടിന്യൂസ്ലി. എന്റെ കുഞ്ഞിനെ ആ പാട്ട് ഒരുപാട് ഞാൻ കേൾപ്പിക്കുമായിരുന്നു. അതിനുശേഷം അവർ ആ കുഞ്ഞിന് പേരിട്ടത് ചിരുത എന്നാണ്. ഇപ്പോ ശ്രുതി ശരണ്യത്തിന്റെ ചിരുത ഇറങ്ങിയപ്പോ അവര് ഭയങ്കര ഷോക്ക്ഡ് ആയിട്ട്, അവര് ഭയങ്കര ഇമോഷണൽ ആയിട്ട്, എങ്ങനെ നിങ്ങൾക്ക് ഈ പേര് എടുക്കാൻ പറ്റി, എങ്ങനെയായിരിക്കും ശ്രുതി, എന്റെ അടുത്ത് നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ശ്രുതിയായിട്ടൊന്ന് സംസാരിക്കണം, ഈ ചിരുത എന്നുള്ള പേര് എങ്ങനെ. അപ്പൊ അതിനൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ആ ഒരു മാജിക്കൽ ഒരു സാധനം ഉണ്ട് പുള്ളിക്കാരിയുടെ. ഞാൻ ആക്ച്വലി ശ്രുതിയുടെ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അത് ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്, അതുപോലെ ഞാനും കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആര്യൻ ഇതിൽ ചെറിയ റോളാണെങ്കിലും വളരെ ശ്രദ്ധ നേടി. ആക്ടിങ് തന്നെയാണോ പാഷൻ?
അല്ല, എന്റെ സംവിധാനമാണ് എന്റെ പാഷൻ. ഞാൻ ആക്ച്വലി ഇപ്പോ ആക്ടിങ് ഒട്ടും വെച്ചാൽ അതിനുവേണ്ടി ഒരു കാലത്ത് നടന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ എന്നുള്ള ഒരു ഓറിയന്റേഷൻ വന്ന് ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്ട് ചെയ്ത് ഇപ്പൊ ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് അതിന്റെ എഴുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ആക്ടറായിട്ട് ഡിസ്കഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ശ്രുതി ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമുക്ക് പിന്നെ വേറെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അങ്ങ് ചെല്ലുക, അത് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. എനിക്ക് ഈ ടീമിന്റെ കൂടെ ശ്രുതി പാലനാട്, ശ്രുതി ശരണ്യം, ഈ ടീമിന്റെ കൂടെ അവരുടെ ആ ഒരു പ്രോസസ്സില് ഭാഗമാകണം എന്നുള്ളത് കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് ഇതിലൂടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടു പഠിക്കുകയാണ് സ്വന്തമായിട്ട് സംവിധായകനാവാൻ വേണ്ടിട്ട്. അല്ല പിന്നെ സത്യം പറഞ്ഞാൽ ആര്യന്റെ സജഷൻ എടുക്കാറില്ല ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നുണയായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആര്യനെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇത് ശരിയാവോടാ, ഇത് എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതിന്റെ ഒരു ട്രജക്ടറി ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഏതായാലും ആര്യം പറഞ്ഞ പോലെ സിനിമ അത് അങ്ങനെ സങ്കല്പങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? സിനിമാ സങ്കല്പങ്ങള് സത്യം പറഞ്ഞാൽ 2019 അനൗൺസ് ചെയ്യാൻ പോയതായിരുന്നു. പക്ഷെ അത് ചില സാങ്കേതിക കാരണങ്ങളാൽ അന്നത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം അത് വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ വീണ്ടും സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ചെറിയ ചെറിയ വർക്കുകൾ ധാരാളം ചെയ്യുന്നുണ്ട്. ഈ ഡോക്യുമെന്ററികളായാലും ക്ലയൻസിനൊക്കെ വേണ്ടി ചെയ്തു കൊടുക്കുന്ന വർക്ക്. ഇതിപ്പോ എനിക്ക് കുറച്ച് കാണിക്കാൻ പറ്റുള്ളൂ. ദിവ്യ, ഇതൊക്കെയാണ് ചെറിയ ചെറിയ വർക്കാണെന്ന് പറയുന്നത് അല്ലെ ശ്രുതി? അല്ല, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വർക്കുകളിൽ ഒന്നാട്ടോ മനു മാസ്റ്റർ. അത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു വലിയ വേർഷൻ ഉണ്ട്. ഞാൻ ഭരത് ബാല പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസിന് ചെയ്തത്. അത് എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു ക്ലെയിം എന്തോ വന്നിട്ട് അവരത് എടുത്ത് മാറ്റി എന്ന് തോന്നുന്നു. അപ്പൊ ചെറിയ വർക്കുകൾ തന്നെയാണ്, പക്ഷെ എന്റെ തൊഴിലായി പോയി. അപ്പൊ അതുകൊണ്ട് നിരന്തരം വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ സിനിമകൾ ഒന്ന് മാറ്റിവെക്കും. വലിയ പുള്ളിയാണ്. ഒരു ഫൗണ്ടേഷൻ, ഒരു സംഘടനയൊക്കെ ഉണ്ടല്ലേ, വേൾഡ് മ്യൂസിക്കൽ ഫെസ്റ്റിവൽ ഫൗണ്ടേഷൻ. എങ്ങനെയാണ് അതിന്റെയൊക്കെ ഒരു പ്രവർത്തനം കാര്യങ്ങളൊക്കെ? അതിലും സുദീപാണ് അതില് മെയിൻ ആയിട്ടുള്ള ഒരാള്. അതിന്റെയൊക്കെ മ്യൂസിക് ചെയ്ത്, നേരത്തെ ആര്യൻ പറഞ്ഞതുപോലെ എനിക്ക് സുദീപിന്റെ സംഗീതം ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പൊ സുദീപ് ഉണ്ട്, പിന്നെ വേറെ 2 മ്യൂസീഷ്യൻസ് ആണ് കൂടെയുള്ള മറ്റു 2 പേര്. ഒരു നവീൻ എന്നുള്ള ഒരു മൃദംഗം ആർട്ടിസ്റ്റ്, പിന്നെ വോക്കലിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണുദേവ്. അങ്ങനെ ഞങ്ങള് 4 പേരും ചേർന്നാണ് ഈ സംഘടന 2015 സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ലൈവ് കോൺസേർട്സ് അധികം പറ്റാറില്ല. പക്ഷെ എന്നാലും നമ്മൾ പ്രൊഡക്ഷൻസ് അതിന്റെ പേരിലാണ്. ഇപ്പൊ ഈ ചാർലത്തെ ആണെങ്കിലും, അതിന് മുൻപ് ഞാൻ ചെയ്ത ബാല എന്ന് പറയുന്ന വർക്ക് ആണെങ്കിലും, ഇപ്പൊ ഈ മനു മലയാളം എന്ന് പറയുന്ന അതാണെങ്കിലും, കുറെ വർക്കുകൾ അതിന്റെ ബാനറിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്യുമെന്ററികൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ടാറ്റ ട്രസ്സുമായിട്ടും, പിന്നെ WFB ബേഡ് ഇന്ത്യ, പിന്നെ ഒരു സർവമംഗള പ്രൊഡക്ഷൻസ്, വേറെ പ്രൊഡക്ഷൻ ഹൗസസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഡോക്യുമെന്ററി പ്രൊഡക്ഷൻസ്, ആർട്ടുമായി ബന്ധപ്പെട്ടതാണ് അധികവും. സംഗീതവും നൃത്തവും കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലുള്ള പ്രൊഡക്ഷൻസ് ധാരാളം നമ്മൾ ഈ സംഘടനയുടെ ബാനറിൽ ചെയ്തിട്ടുണ്ട്. ഏതായാലും ശ്രുതി, സംസാരിച്ചിരിക്കാൻ നല്ല രസമുണ്ടോ നിങ്ങളോട്? പക്ഷെ ഞങ്ങൾക്ക് സമയത്തിന്റെ ഒരു ചെറിയ പരിമിതി ഉണ്ട്. ഏതായാലും ഒരു കാര്യം പറയാനുള്ളൂ, ഒരു ആസ്വാദകൻ, ആരാധകൻ എന്നുള്ള സിനിമ ചെയ്യുമ്പോഴും പാട്ട് കുറയ്ക്കേണ്ട കേട്ടോ. അത്യാവശ്യം പാട്ടുണ്ടെങ്കിൽ സന്തോഷമാവും. തീർച്ചയായും സുദീപ് പാലനാട് കഴിഞ്ഞാൽ പാട്ടുകൾ കോമ്പോയിൽ തന്നെ വരട്ടെ അല്ലേ. ഒട്ടേറെ മനോഹരമായ ചാരലതയും ചിരുതയും പോലെ ഒട്ടേറെ നല്ല ഗാനങ്ങൾ ഇനിയും വരട്ടെ, ഞങ്ങളത് കേട്ട് രസിക്കട്ടെ. ഏതായാലും അങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്ന ദിവസം നമുക്ക് വീണ്ടും കാണാം. ആ സിനിമയുടെ ആഘോഷങ്ങളുമായി കാണാൻ തോന്നുന്നു. നന്ദി ശ്രുതി, നന്ദി ആര്യൻ. നന്ദി. ിലേക്കാണ് നർക്കോട്ടിക് ജിഹാദ് വിവാദം ചർച്ച ചെയ്യാനുള്ള KCBCയുടെ പ്രത്യേക യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഓൺലൈനായാണ് യോഗം. നിലവിൽ നർക്കോട്ടിക് ജിഹാദ് ചർച്ച ചെയ്യുമെന്ന് KCBCയുടെ അജണ്ടയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും കേരളത്തിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ തന്നെയാണ് പ്രധാന അജണ്ട എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KCBCയുടെ പ്രത്യേക സമ്മേളനത്തിന്റെ ലക്ഷ്യം നർക്കോട്ടിക് വിവാദം ചർച്ച ചെയ്യുക എന്നത് തന്നെയാണ്. കേരളത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമെന്ന് KCBC അറിയിച്ചിട്ടുണ്ട്. ദളിത് കർഷക പ്രശ്നങ്ങളും ചർച്ചയാകും. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരിടവേള കൂടി.